എല്ലാ പ്രിയമുള്ളവർക്കും പ്രീതീസ് വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2023 മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ പ്രീതീസ് വൈബ് എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ അമ്മുക്കുട്ടിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മു ഇന്ന് ഭയങ്കര ഹാപ്പി മൂഡിലാണുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് വട്ടയപ്പമാണ്. വളരെ വെള്ള നിറത്തിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വട്ടയപ്പം. എല്ലാവർക്കും അറിയുന്ന പലഹാരമായിരിക്കും. സ്പെഷ്യൽ ഐറ്റം ആണ്. ക്രിസ്മസ് എന്താ പറയുക, ആ ഒരു സീസണിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന, ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് വട്ടയപ്പം. പക്ഷേ നമുക്ക് അത് എന്താ പറയുക, വീട്ടിൽ അരിപ്പൊടിയും നാളികേരമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇന്ന് വട്ടയപ്പം അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അമ്മു എന്തെങ്കിലും പറയണോ? അമ്മുവിന് പറഞ്ഞോളൂ. ഹായ് ഓൾ, ഞാൻ നിധിയാണ്. അമ്മു ആണ്. എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ, എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 2 കപ്പ് നന്നായിട്ട് ഫൈനായിട്ടുള്ള പൊടിച്ചിട്ടുള്ള പത്തിരിപ്പൊടി, അതുപോലെ തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു 4-5 ഏലക്ക പൊടിച്ചെടുത്തത്, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. വട്ടയപ്പം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിമാവ് എടുത്തിട്ട് ഒരു ഗ്ലാസ് അരിമാവ് എടുത്തിട്ട് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർത്തിട്ട് നമുക്കതിങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് കപ്പി കാച്ചിയെടുക്കാം. അരിപ്പൊടി ഇങ്ങനെ എടുത്ത് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം, ഒരല്പം കൂടെ വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചെറിയ ചൂടിൽ വെച്ച് നമുക്ക് ഇപ്പോഴാണ് കത്തിയത്. ചെറിയ ചൂടിൽ നമുക്ക് ഇത് അരിപ്പൊടി നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഈ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രം സ്റ്റവ് ഓൺ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് പിടിക്കും. അരിപ്പൊടി കണ്ടത് നന്നായിട്ട് വെള്ളത്തിൽ കുറുകി. ഇനി നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അരി കുറുക്കണ നേരം കൊണ്ട് അമ്മ ഒരു പാട്ട് പാടിക്കും. അന്തിക്ക് വഴികൾ തിരിച്ചും ചുണ്ട് വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകുത്തു കുളിർന്നില്ലേ. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്ത ചുണ്ട് വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകുത്തു കുളിർന്നില്ലേ. നമ്മുടെ കപ്പി കാച്ചിലത് ഏകദേശം അരിമാവ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഇതിങ്ങനെ കപ്പി കാച്ചി ഇതുണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ, നല്ല വെളുത്ത അവലുണ്ടെങ്കിൽ അത് കുറച്ച് കുതിർത്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ വെളുത്ത അവിൽ അല്ലെങ്കിൽ ചോറ്, പച്ചരിയുടെ ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. കണ്ടോ? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് ഓഫ് ചെയ്ത് വെക്കണം. നന്നായിട്ട് നന്നായിട്ട് വെന്ത് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ളം മുഴുവൻ വറ്റി. ഈ പാത്രത്തിലിരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവും. കണ്ടോ? ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത്
തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ഇരുന്ന് തണുക്കട്ടെ. അന്നേരം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കണ്ടോ, നാളികേരം 2 ഗ്ലാസ് അതും ചേർക്കണം. 2 ഗ്ലാസ് നാളികേരം. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിന് എന്താ പറയുക, മധുരം എത്ര വേണം അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് കഷ്ടി, ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി, പിന്നെ ഒരു 4 ഏലക്കപ്പൊടി എടുത്ത് വെച്ചതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈസ്റ്റും ചേർക്കണം. ഇനിയെല്ലാം ഈ പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഈസ്റ്റ് ചേർത്തു, ഏലക്കപ്പൊടി ചേർത്തു, നാളികേരം, പഞ്ചസാര, അരിപ്പൊടി ഇത്രയും നമ്മൾ ചേർത്തു. ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരല്പം, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടിത് അരച്ചെടുക്കും. വെള്ളം പാകത്തിന് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവരുത്. ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് അരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം വേണം, കൂടുതൽ ചേർക്കണോ എന്നുള്ളത്. അപ്പോൾ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യം തന്നെ ഒഴിച്ചരയ്ക്കണ്ട. വല്ലാതെ ലൂസായി പോയാൽ നമുക്ക് വട്ടയപ്പം നന്നായി കിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ മാവ് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 4 മണിക്കൂർ വേണമെന്നാണ് പറയുക. നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് വെച്ച് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് 4 ഹവേഴ്സാണ് ശരിക്കും ഇതിൻ്റെ ടൈം പറയുന്നത്. 4 ഹവേഴ്സ് ആകുമ്പോഴേക്കും നല്ല പുളിപ്പൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഫെർമെൻറ്റഡ് ആയിട്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയും തോന്നിക്കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ എടുത്ത് ഉണ്ടാക്കാം. അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് ഇതിങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഫെർമെൻ്റ് ആവട്ടെ. ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മാവെടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം മാവ് ഫെർമെൻ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിപ്പം ഒരു 4 മണിക്കൂർ തികച്ചുമായിട്ടില്ല. ഒരു 2-2.5-3 മണിക്കൂറായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? നല്ല ഫെർമെൻറ്റഡ് ആയിട്ട് നല്ല പൊങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇത് ഒരു നെയ്യ് തടവി ഒരു പാത്രത്തിൽ ഈ ഒരു ഇത് വെള്ളപ്പം ഉണ്ടാക്കുന്നതിനുള്ളൊരു പാത്രമാണ്. ഇതിലേക്ക് നെയ്യ് തടവിയിട്ട് ഒരു 1/4 ഭാഗം നിറച്ച് കൊടുക്കാം. നമ്മൾ അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ചു. അതിലേക്ക് നമ്മൾ ആവി വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഈ മോൾഡ് നമ്മളിതിലേക്ക് വെച്ച് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത്, കാരണം ഇത് പൊങ്ങി വരുന്നതുകൊണ്ട് നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ പാത്രത്തിന് പുറത്തേക്ക് പോകും. അപ്പം നിറച്ചൊഴിക്കാതെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക.
കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു നമ്മൾ ഒഴിക്കുന്ന കട്ടിക്കനുസരിച്ച് എത്ര വലിപ്പമുള്ള പാത്രത്തിലാണോ എത്ര കട്ടിക്കാണോ നിങ്ങൾ മാവ് ഒഴിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ വേവിൻ്റെ സമയം കൂടുതലെടുക്കും. അപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ച് നോക്കാം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം ഒന്നുകൂടി കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. അപ്പം ആവിയിൽ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ചൂടായിരിക്കും, കൈ കൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ ചൂടാറിയതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. ഞാനിതിങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. നമുക്കിനി ഇത് തണുത്ത ശേഷം ഇതിൽ നിന്ന് മോൾഡിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്ന് നല്ല സൂപ്പറായിട്ട് വട്ടയപ്പം വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞു. നമുക്കിതിനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കമത്തി വയ്ക്കാം. എന്നിട്ട് കുറച്ച് തട്ടിക്കൊടുത്ത് ഇത് മെല്ലെ ഒന്ന് കണ്ടോ ഇങ്ങനെ തുറന്നെടുത്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പിടിക്കുമ്പോൾ കണ്ടോ എന്തൊരു സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ പറയൂ. ബൈ.